അടുത്തത് സ്ട്രാപ്പി. എന്താണ് സ്ട്രാപ്പി? സ്ട്രാപ്പി എന്ന് പറഞ്ഞാൽ അതൊരു CMS ആണ്. ഓക്കെ, നമ്മുടെ പ്രോജക്റ്റിൽ ബാക്ക് എൻഡായി യൂസ് ചെയ്യുന്ന ഒരു CMS ആണ് സ്ട്രാപ്പി. ഇതൊരു ബെസ്റ്റ് CMS ഇൻ ദ മാർക്കറ്റ്. കറന്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയ ബെസ്റ്റ് CMS ആണ് സ്ട്രാപ്പി. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പി കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് RESTful API അതേപോലെ തന്നെ GraphQL API ഒക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കോഡിങ്ങിനൊന്നും ആവശ്യമില്ലാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇത് നമുക്ക് ഒത്തന്റിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈസിയായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻ കേസ് നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം, AWS അതേപോലെ തന്നെ ക്ലൗഡ് സ്റ്റോർ ഒക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ട്രാപ്പി അതിനുള്ള അവസരവും നമുക്ക് തരുന്നുണ്ട്. ഈസി ആയിട്ട് നമുക്കതൊക്കെ നമ്മുടെ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശം. അപ്പോൾ സ്ട്രാപ്പി നമുക്ക് നമ്മുടെ പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നേരെ ഗൂഗിളിലേക്ക് പോയി സ്ട്രാപ്പി എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ സ്ട്രാപ്പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. അപ്പോൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രാപ്പിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം, ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡാണ് ഇവിടെ കാണിക്കുന്നത്, npx create strappy app at latest my project. അപ്പോൾ ഇതൊന്ന് കോപ്പി ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് പോകും. ഓക്കെ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനുള്ളത് GMT സ്റ്റോർ എന്നുള്ള ഫോൾഡറിലാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വരണം, അതായത് എൻ്റെ റൂട്ട് ഫോൾഡറായ മൈ പ്രോജക്റ്റിലേക്ക് ഞാൻ നാവിഗേറ്റ് ചെയ്യുന്നു. CD ഡബിൾ ഡോട്ട്. ഇപ്പോൾ ഞാനുള്ളത് മൈ പ്രോജക്റ്റ് എന്നുള്ള ഫോൾഡറിലാണ്. ഇവിടെ ഞാനത് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. npx create strappy app at latest. മൈ പ്രോജക്റ്റ് എന്നുള്ളത് പ്രോജക്റ്റ് നെയിമാണ്. അപ്പോൾ പ്രോജക്റ്റ് നെയിം ഞാൻ കൊടുക്കുന്നത് GMT സ്റ്റോർ API എന്ന് കൊടുക്കാം. ഓക്കെ, എൻ്റർ. ചൂസ് യുവർ ഇൻസ്റ്റാളേഷൻ ടൈപ്പ്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ടൈപ്പ് കസ്റ്റം എന്ന് കൊടുക്കും. ഓക്കെ, ഈ കസ്റ്റം എന്ന് കൊടുക്കുന്ന ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും എററും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ, നിങ്ങൾ റീസെൻ്റ്ലി Node.js ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ അതിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ചിലപ്പോൾ ഈ സ്ട്രാപ്പിക്ക് സപ്പോർട്ടായെന്ന് വരില്ല. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് നോഡ് വെർഷൻ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ മാറ്റാനുള്ള ഒരു ഈസിയസ്റ്റ് വേ ആണ് NVM ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ നേരെ ഗൂഗിളിലേക്ക് പോയി NVM എന്ന് ടൈപ്പ് ചെയ്യുക, NVM വിൻഡോസ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിലായി GitHubൻ്റെ ഒരു ലിങ്ക് കാണും. അതിൽ ഏറ്റവും താഴോട്ട് വന്നാൽ ഓവർവ്യൂവിൽ ഡൗൺലോഡ് നൗ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ താഴോട്ട് വന്നാൽ NVM setup.exe ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ NVM സെറ്റപ്പ് ഡൗൺലോഡ് ആവും. അതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കലാണ് അടുത്ത വരും. ഐ ആക്സെപ്റ്റ് ദ എഗ്രിമെൻറ്റ്, നെക്സ്റ്റ് ഇൻസ്റ്റാൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കമാൻഡ് ഓപ്പൺ ചെയ്യുക, CMD. ഓക്കെ, അവിടെ പോയി NVM ലിസ്റ്റ് എന്നെടുക്കാം. ലിസ്റ്റ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കാര്യത്തിൽ ഇവിടെ ഒരു ലിസ്റ്റിംഗ് ഒന്നും കാണിക്കത്തില്ല, empty ആയിരിക്കും. അപ്പോൾ നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായ നോഡ് വെർഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള കമാൻഡാണ് NVM ഇൻസ്റ്റാൾ, എന്നിട്ട് ഏതാണ് വെർഷൻ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ കേസിൽ 18.0.0. ഓക്കെ, അത് അടിച്ചു കൊടുക്കാം. സോ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് വെർഷൻ 18.0.0 ഈസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് വരുന്നുണ്ട്. NVM യൂസ് വെർഷൻ നമ്പർ 18 എന്ന് ഇട്ട് കൊടുക്കും. നൗ യൂസിങ് നോഡ് 18.0.0. ഇൻ കേസ് ചിലരുടെ കാര്യത്തിൽ ഇതും എറർ കാണിക്കും. അതായത് 18 സെറ്റ് ആയതിനു ശേഷം NVM കറണ്ട് എന്നടിച്ചാൽ വെർഷൻ 18 എന്ന് കാണിക്കണം. പക്ഷെ ചിലരുടെ കാര്യത്തിൽ അത് കാണിക്കൂല. അത് കാണിക്കുന്നത് പ്രീവിയസ്, അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന വെർഷൻ തന്നെ ആയിരിക്കും. 21.4 സംതിങ് അങ്ങനെയുള്ള വെർഷൻ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ സ്ട്രാപ്പി ആ ഒരു വെർഷനിൽ അത് ഇൻസ്റ്റാൾ ആവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നേരെ നമ്മൾ ഫയൽ മാനേജറിലേക്ക് പോവുക. ഫയൽ മാനേജറിൽ പ്രോഗ്രാം ഫയൽസ്, എന്നിട്ട് Node.js. ഇതിലുള്ള എല്ലാ ഫയൽസും ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും NVM ഇൻസ്റ്റാൾ 18 എന്ന് ഇട്ട് കൊടുത്ത് 18.0.0 എന്ന് ഇട്ട് കൊടുത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതിനുശേഷം NVM യൂസ് 18.0.0 എന്നിട്ട് കൊടുത്ത് അതിനുശേഷം നിങ്ങൾ NVM കറണ്ട് എന്നിട്ട് കൊടുത്താൽ അത് കാണിക്കുന്നത് 18.0.0 എന്നായിരിക്കും. സോ ഇങ്ങനെ ആയാൽ നമുക്ക് സ്ട്രാപ്പി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുന്ന കമാൻഡാണ് പ്ലീസ് ലോഗിൻ ഓർ സൈൻ അപ്പ്. അപ്പോൾ ഞാൻ സ്കിപ്പ് ഫോർ നൗ ഇട്ട് കൊടുക്കും. ഓക്കെ, സ്കിപ്പ്. ചൂസ് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ് JavaScript. ചൂസ് യുവർ ഡിഫോൾട്ട് ഡേറ്റാബേസ് ക്ലയന്റ് Postgres.
ഡേറ്റാബേസ് നെയിം ആണ് ചോദിക്കുന്നത്. അപ്പോൾ കറന്റ് നമ്മുടെ അടുത്ത് ഡേറ്റാബേസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്കൊരു ഡേറ്റാബേസ് യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്യുന്നത് റെൻഡർ ആണ്. റെൻഡർ എന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ റെൻഡറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അവിടേക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റെൻഡറിൽ നമുക്ക് പുതുതായി ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗെറ്റ് സ്റ്റാർട്ടഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ടോപ്പിലായി ന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ന്യൂവിലേക്ക് ക്ലിക്ക് ചെയ്ത് PostgreSQL, അതാണ് നമ്മുടെ ഡേറ്റാബേസ്, അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി ചോദിക്കുന്നത് ഒരു യുണീക്ക് നെയിം ആണ് ഫോർ Postgres ഇൻസ്റ്റൻസ്. അപ്പോൾ ഇൻസ്റ്റൻസിനായി ഞാൻ GMT സ്റ്റോർ അഡ്മിൻ എന്ന് കൊടുക്കുന്നു. ഡേറ്റാബേസ് നെയിം എന്താണ്? GMT_store DB. യൂസർ GMT store _user. Region is file. PostgreSQL 16 is file. Datadog API ആവശ്യമില്ല. ഇൻസ്റ്റൻസ് ടൈപ്പ് ഫ്രീ. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ഡേറ്റാബേസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ താഴെ കാണാൻ പറ്റും സ്റ്റാറ്റസ് ഈസ് ക്രിയേറ്റിംഗ്. അപ്പോൾ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് താഴെ വന്നാൽ ഇതിന്റെ എല്ലാ ഇൻഫോർമേഷൻസും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ ചോദിക്കുന്നത് ഡേറ്റാബേസ് നെയിം ആണ്. അപ്പോൾ ഡേറ്റാബേസ് നെയിം കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എൻ്റർ. ഇതിലുള്ളത് ഹോസ്റ്റ് ആണ്. ഹോസ്റ്റ് എവിടെ? ഹോസ്റ്റ് ഇതല്ല ഹോസ്റ്റ് ഉള്ളത് ഇവിടെ എക്സ്റ്റേണൽ ഡേറ്റാബേസ് URL ഉണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ഡേറ്റാബേസ് URLൽ ഐക്കൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് DPG തൊട്ട് നമ്മുടെ render.com വരെ ഉള്ളതാണ് നമ്മുടെ ഹോസ്റ്റ് നെയിം. Ctrl V അടിക്കുക, എന്നിട്ട് എൻ്റർ. പോർട്ട് ഈസ് ഫൈൻ 5432. യൂസർ നെയിം എന്താണ്? യൂസർ നെയിം ഇവിടെ ഉണ്ട്, അതും കോപ്പി ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചോദിക്കുന്നത് പാസ്വേഡ്. കോപ്പീഡ്, ഇതും പേസ്റ്റ് ചെയ്ത് കൊടുത്തു. എൻ്റർ. എനേബിൾ SSL കണക്ഷൻ Y. ഇപ്പോൾ ക്രിയേറ്റിംഗ് പ്രോജക്റ്റ് വിത്ത് കസ്റ്റം ഡേറ്റാബേസ് ഓപ്ഷൻ ഇപ്പോൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ആ പ്രോജക്റ്റിലേക്ക് പോകാൻ വേണ്ടി CD GMT, എന്താണ് പ്രോജക്റ്റിൻ്റെ പേര്? GMT സ്റ്റോർ API. ഓക്കെ, എൻ്റർ അടിക്കാം. എന്നിട്ട് കോഡ് ഡോട്ട് എൻ്റർ. ഇപ്പോൾ നമ്മുടെ സ്ട്രാപ്പി ബാക്ക്എൻഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ റൺ ചെയ്യാനുള്ള കമാൻഡാണ് npm run develop എൻ്റർ. ഓക്കെ, ഹലോ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്എൻഡ് സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ താഴെ ഒരു URL കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യുക. അതിന് നേരെ നമ്മുടെ ബ്രൗസറിൽ വന്ന് പേസ്റ്റ് ചെയ്ത് എൻ്റർ അടിക്കാം. ഓക്കെ, ഇതൊരു ഫോം നമുക്ക് ഫിൽ ചെയ്യാൻ തരും. അപ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിലൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്നും വേണ്ട. ലെറ്റ് സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ സ്ട്രാപ്പി CMS. ഇവിടെയാണ് നമുക്ക് വേണ്ട എല്ലാ ടേബിൾസും കോളംസും കാര്യങ്ങളൊക്കെ, നമ്മുടെ ഡേറ്റാസൊക്കെ സ്റ്റോറായിട്ട് നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഡാഷ്ബോർഡാണ് സ്ട്രാപ്പി ഡാഷ്ബോർഡ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാറ്റഗറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി ലിസ്റ്റ് വേണം അല്ലേ? അപ്പോൾ ഈ കാറ്റഗറി ലിസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്ട്രാപ്പിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്ട്രാപ്പി ബാക്ക്എൻഡിൽ നിന്നായിരിക്കും ഈ ഒരു കാറ്റഗറി ലിസ്റ്റ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പോൾ അതിനായി ഞാൻ എന്ത് ചെയ്യും? സ്ട്രാപ്പിയിലേക്ക് നേരെ പോകും. അവിടെ നമുക്ക് കണ്ടന്റ് ടൈപ്പ് ബിൽഡർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് വേണ്ട ടേബിൾസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടേബിൾ എന്നല്ല കളക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റ് ന്യൂ കളക്ഷൻ ടൈപ്പ്. ഡിസ്പ്ലേ നെയിം എന്ത് കൊടുക്കാം? കാറ്റഗറി എന്ന് കൊടുക്കാം. കാറ്റഗറി. ഓക്കെ, API ID കാറ്റഗറി. കണ്ടിന്യൂ. നെക്സ്റ്റ്, ഇതിനുള്ളിൽ കൊടുക്കേണ്ട കോളംസ് എന്തൊക്കെയാണ് അതാണ് ഞങ്ങൾക്ക് ഇനി മെൻഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ കാറ്റഗറി നെയിമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ടൈപ്പ് ഞാൻ സെലക്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഇത്? കാറ്റഗറി നെയിം. അപ്പോൾ ജസ്റ്റ് നെയിം എന്നിട്ട് കൊടുക്കും. ഷോർട്ട് ടെക്സ്റ്റ് ആണ്. ആഡ് അനദർ ഫീൽഡ്. അപ്പോൾ എന്നെ കൊടുക്കാനുള്ളത് കാറ്റഗറി ഇമേജ് ആണ്. അപ്പോൾ ഇമേജ് ആകുമ്പോൾ അത് ടൈപ്പ് മീഡിയ എന്ന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് ഐക്കൺ എന്ന് കൊടുക്കാം. കാറ്റഗറി ഐക്കൺ. എന്നിട്ട് ആഡ് അനദർ ഫീൽഡ് കൊടുക്കും. ഇനി കൊടുക്കാനുള്ളത് കളറാണ്. അപ്പോൾ കളർ ടെക്സ്റ്റ് ആണ്. കളർ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫിനിഷ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ്. ഞാനിതൊന്ന് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാറ്റഗറി കളക്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാറ്റഗറിയിലേക്ക് എനിക്ക്
ഡേറ്റ ആഡ് ചെയ്യണം. അതിന് കണ്ടന്റ് മാനേജറിലേക്ക് ഞാൻ ക്ലിക്ക് ചെയ്യും. ഓക്കെ, അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായി ക്രിയേറ്റ് ന്യൂ എൻട്രി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യും. അവിടെ നമുക്ക് കാറ്റഗറി നെയിം കൊടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ്, കളർ എന്താണ്, കളർ കൊടുക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഐക്കൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇമേജ് ആഡ് ചെയ്യാൻ ആഡ് ന്യൂ ആസറ്റ്സ് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ബ്രൗസ് ഫയൽസ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ഐക്കൺസ് യൂസ് ചെയ്യാം. ഫ്ലാറ്റ് ഐക്കൺസ് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ ഐക്കൺസായി ഫ്രൂട്ട്സ്, ഒരുപാട് ഐക്കൺസ് കിട്ടുന്നുണ്ട്. ഇതിൽ സൂട്ടബിളായ ഏതെങ്കിലും ഒരു ഐക്കൺ ഞാൻ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. കണ്ടന്റ് മാനേജർ നേരെ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഫൈൻ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ഫോൾഡറിലുണ്ടാവും, അവിടെ നിന്ന് എനിക്ക് ചൂസ് ചെയ്യാനും പറ്റും. ബ്രൗസ് ഫയൽസ്, ഫ്രൂട്ട്സ്, ഓക്കെ. എന്നിട്ട് അപ്ലോഡ് വൺ ആസറ്റ് ടു ദ ലൈബ്രറി. ഓക്കെ, ഫിനിഷ്. എന്നിട്ട് സേവ്, എന്നിട്ട് പബ്ലിഷും കൂടി ചെയ്യണം. പബ്ലിഷ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. കാറ്റഗറി ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതിൻ്റെ പെർമിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായി ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനായി എന്ത് ചെയ്യും, നേരെ സെറ്റിങ്സിലേക്ക് പോകും. അവിടെ താഴെ വന്നു കഴിഞ്ഞാൽ യൂസേഴ്സ് പെർമിഷൻ പ്ലഗിൻ എന്ന് പറയുന്നതിൽ റൂൾസ് ഞാൻ ക്ലിക്ക് ചെയ്യും. അപ്പോൾ കാറ്റഗറി എന്നുള്ളത് അത് പബ്ലിക്കലി അവൈലബിൾ ആയ ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഇ കോമേഴ്സ് വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഗ്രോസറി സ്റ്റോറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാറ്റഗറി അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കാറ്റഗറീസ്, അല്ലേ? നമുക്ക് ലോഗിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അവിടെയുള്ള കാറ്റഗറീസ്, അതേപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സ് എല്ലാം ഡയറക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇത് പബ്ലിക്കലി അവൈലബിൾ ആയ ഒരു സംഭവം ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരില്ല, നമുക്കിതിന് ഒതന്റിക്കേഷൻ പെർമിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് കാറ്റഗറി എന്നുള്ളത് പബ്ലിക്കായി ഞാൻ കൺസിഡർ ചെയ്യുന്നു. പബ്ലിക്, അവിടെ താഴോട്ട് വന്നാൽ കാറ്റഗറി പബ്ലിക്. സോ ഇതിൽ കാറ്റഗറി യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, മറിച്ച് അത് അവർക്ക് വിസിബിൾ ആവാൻ അല്ലെങ്കിൽ അവർക്ക് ഓരോന്നായി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഞാൻ സേവ് അടിച്ചു. ഓക്കെ, അപ്പോൾ തൊട്ട് മുകളിലായി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഈ ഒരു കാറ്റഗറി ആക്സസ് ചെയ്യാനുള്ള API എൻഡ് പോയിന്റ്. അപ്പോൾ ഇതിങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോക്കൽ ബാക്ക്-എൻഡ് URLന്റെ ബേസ് URL ആണ് ലോക്കൽ ഹോസ്റ്റ് 1337. അപ്പോൾ ഇത് എടുത്ത് എൻ്റെ തൊട്ട് മുന്നിലായി നമ്മൾ ഫൈൻഡ് ഒന്നല്ല, എനിക്ക് എല്ലാ കാറ്റഗറിയും ആക്സസ് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സെറ്റിംഗ് ക്ലിക്ക് ചെയ്യുന്നു. ഇതാണ് എല്ലാ കാറ്റഗറിയും ആക്സസ് ചെയ്യാനുള്ള എൻഡ് പോയിന്റ്. സോ ലോക്കൽ ഹോസ്റ്റ് 1337/API കാറ്റഗറീസ്. ഇപ്പം ഞാൻ എൻ്റർ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എനിക്ക് എല്ലാ കാറ്റഗറീസിൻ്റെ ലിസ്റ്റും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തത് 2 കാറ്റഗറിയാണ്. സോ 2 കാറ്റഗറി എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.